പിന്നെ നാട്ടുകാരെ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബംബിൾ, ഇന്ദു +2, ഇന്ദു ടിൻഡർ, ഇന്ദുസ്. നിനക്കറിയില്ല? ഇപ്പൊ കളിച്ച് കളിച്ച് പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കാൻ തുടങ്ങിയോടാ. അവൻ അവங்களுக்கு தெரியுமா? ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിന് പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്നും തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? See you soon എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. I just love this part. അങ്ങനെ അവസാനം ടർബോ ജോസ് നമ്മുടെ ജോസച്ചായൻ വന്നെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ട്രെയിലർ. അതായത് ഫുള്ള് ഫാസ്റ്റ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ BGM ആയിക്കോട്ടെ, അവസാനം വരുന്ന ഒരു BGM സോങ്ങൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ തിയേറ്ററിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വില്ലൻ അരുൺ ഷെട്ടി, കന്നഡ താരം. അതായത് ഒരു മാസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആക്ഷൻ മാസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം വില്ലൻ എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ടായിരുന്നു വിജയം. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയും, അത് വില്ലൻ കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ മാസ് സിനിമയുടെ ആ ഹീറോൻ്റെ പവർ കണ്ട് പോയി കിട്ടും. അപ്പോൾ വില്ലൻ എത്രത്തോളം മാസാണോ ആ ഒരു പവർ ഈ ഒരു സിനിമയ്ക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ട്രെയിലറിൽ കാണുന്ന സമയത്ത് നല്ലൊരു മാസ് വില്ലനായിട്ടാണ് ഇദ്ദേഹത്തെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. 73 വയസ്സ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 73 വയസ്സിൽ അദ്ദേഹം അഭിനയിക്കുന്നു. പക്ഷേ 73 വയസ്സിൽ ഇതേപോലുള്ള ഒരു ആക്ഷൻ സിനിമ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ഡെഡിക്കേഷൻ തന്നെ വേണം. കുറച്ചല്ല, നല്ല വേണം. അപ്പോൾ എന്തായാലും ഒരു വിസ്മയം തന്നെയായിരിക്കും. സത്യത്തിൽ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് പെട്ടെന്ന് ഒരു തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണാനുള്ളൊരു എന്താണ് ഒരു ആക്രാന്തം എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു പെട്ടെന്ന് കാണാൻ തോന്നുന്നു ഈ സിനിമ. 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ല. അപ്പോൾ എന്തായാലും വൻ പ്രതീക്ഷയാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ട്രെയിലറിൽ കാണുന്ന സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാസ് സിനിമ തന്നെയായിരിക്കും ടർബോ. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ എന്ന് പറയാനുള്ള കാരണം, അതായത് ഇതിൻ്റെ തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ആക്ഷൻ പ്ലസ് കോമഡി ചിത്രമാണ്. ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഇതിൽ കോമഡിപരമായിട്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു നല്ല രസികനായിട്ടുള്ളൊരു ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല. പുതുമുഖങ്ങളാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് മനസ്സിലുള്ളൊരു ഉണ്ട്. അപ്പോൾ കാരണം കോമഡി പ്ലസ് ആക്ഷൻ സംഭവങ്ങളൊക്കെ ഒത്തുചേർന്നിട്ട് ഒരു കോംബോ ലെവലിൽ വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ആ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഇതിൽ കോമഡി എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ട്രെയിലർ ഒരു രക്ഷയില്ല. അതായത് മമ്മൂക്കൻ്റെ ആക്ഷന് ഒരു രക്ഷയില്ല. മൊത്തം ഇടിയാണ് ഇതിൽ, ഫുൾ ആക്ഷനാണ്. ആ തോക്കൊക്കെ എടുത്ത് വെടിവെക്കുന്ന സീനൊക്കെ ഒരു രക്ഷയില്ല. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ അറിയാലോ, വൈശാഖാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ള ഒരു കാപ്പബിലിറ്റി അടിപൊളിയാണ്. പുലിമുരുകൻ, മല്ലു സിംഗ്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മമ്മൂക്ക എന്തായാലും പൊളിക്കട്ടെ അല്ലേ.
23-ാം തീയതി വരെ കാത്തിരിക്കാനുള്ള ഒരു സമയമില്ല. എന്നാലും ട്രെയിലർ എന്തായാലും ഒരു വൻ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട്. ഓക്കെ.